ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ജനറൽ ഇക്വേഷൻ ഓഫ് ദി ലൈൻ പഠിച്ചു. അതിൽ നിന്ന് ഇൻ്റർസെപ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക, സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതേപോലെ നോർമൽ ഫോമിലോട്ട് എങ്ങനെ മാറ്റും എന്നുള്ളത് നമ്മൾ പഠിച്ചു. അങ്ങനെ ജനറൽ ഫോം ഓഫ് ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ പല രീതിയിലോട്ട് മാറ്റുന്നതും അതിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ പാരാമീറ്റർ കണ്ടുപിടിക്കാനും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിനകത്ത് ഒരു 1-2 ചെറിയ ടോപ്പിക്സും കൂടെ ഉണ്ട്. ആ ടോപ്പിക്സാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒന്നാമത്തത് ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ. ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ. ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ. ഓക്കെ, ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ. ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉണ്ടല്ലോ എന്താണ് സംഭവം. ഒരു പോയിന്റിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈനിലോട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മൾ നോക്കേണ്ടത് എന്താണെന്നുള്ളത്. ഒരു പോയിന്റിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈനിലോട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതായത് ശ്രദ്ധിക്കാൻ നന്നായിട്ട് കേട്ടോ. ഞാനിവിടെ എക്സ് ആക്സിസ് വൈ ആക്സിസ്. ഓക്കെ, ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. ഈ സ്ട്രെയിറ്റ് ലൈൻ എന്താണ്? AX പ്ലസ് BY പ്ലസ് C = 0 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനാണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ്, P ഓഫ് x1, y1. അപ്പോൾ നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. AX പ്ലസ് BY പ്ലസ് C = 0 എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാം. അതേപോലെ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് നമുക്കറിയാം. x1 y1 ആണ് ഇതിൻ്റെ കോർഡിനേറ്റ്സ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പോയിന്റും ഈ സ്ട്രെയിറ്റ് ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനിൻ്റെ ലെങ്ത് ആയിരിക്കും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലേ? അല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ലൈനിലേക്ക് നമുക്ക് ഒരുപാട് ലൈൻസ് വരയ്ക്കുക. പക്ഷേ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് മീൻസ് ഈ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നതായിരിക്കും ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ലെങ്ത് ഉണ്ടാവുക. ഇനി അതിൻ്റെ ഇപ്പുറത്തോട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതൊക്കെ കൂടുതലായിരിക്കും, ഇപ്പുറത്തോട്ട് വരയ്ക്കുകയാണെങ്കിൽ അതൊക്കെ കൂടുതലായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D എന്നാണ് ഞാൻ എടുക്കുന്നത്, D. അപ്പോൾ ഈ D ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലാക്കുക. D എന്ന് പറയുന്നത് 0 ആവാൻ പാടില്ല. അതായത് പോയിന്റ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലെയാണെങ്കിൽ ഡിസ്റ്റൻസ് 0 ആണ്. നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതെ, ഈ പോയിന്റ് ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഇക്വേഷൻ ആ പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യും. ശരിയല്ലേ? പക്ഷേ ഈ പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യുമോ? അപ്പോൾ ഇല്ലല്ലോ, ഇത് പുറത്തുള്ളൊരു പോയിന്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് D ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താ ശ്രദ്ധിക്കട്ടോ. AX പ്ലസ് BY പ്ലസ് C = 0 എന്നുള്ളതിന് -C എന്ന് എഴുതാം. അപ്പോൾ -C ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ AX ഡിവൈഡഡ് ബൈ -C പ്ലസ് BY ഡിവൈഡഡ് ബൈ -C = 1 എന്ന് വരും. ഇനി x ഡിവൈഡഡ് ബൈ -C/A പ്ലസ് y ഡിവൈഡഡ് ബൈ -C/B ഈസ് ഈക്വൽ ടു 1. ഇത് ഫോം ഏതാണ്? ഇന്റർസെപ്റ്റ് ഫോം ഓഫ് ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ x ഇന്റർസെപ്റ്റ് -C/A ആണെന്നല്ലേ. x ഇന്റർസെപ്റ്റ് -C/A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് -C/A ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? -C/A, 0 എന്നായിരിക്കൂലേ? ആയിരിക്കും. y ഇന്റർസെപ്റ്റ് -C/B ആണെങ്കിൽ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് -C/B ആ. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? 0, -C/B എന്നായിരിക്കും. ആർക്കും സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ അതായത് x ഇന്റർസെപ്റ്റ് y ഇന്റർസെപ്റ്റ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ 2 പോയിന്റ്സിൻ്റെയും കോർഡിനേറ്റ്സ് ആ രൂപത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഈ D കണ്ടുപിടിക്കണം. അതാണല്ലോ നമ്മുടെ ആവശ്യം. ഇനി ഇത് ഞാൻ മായ്ച്ച് കളയാം കേട്ടോ. ഇത് നമുക്കിനി ആവശ്യമില്ലല്ലോ. ഇത് ഞാൻ മായ്ച്ച് കളയാം കേട്ടോ. ഇത് നമ്മൾ ഇന്റർസെപ്റ്റ് കണ്ടുപിടിച്ചാണ്. ഇനി ശ്രദ്ധിക്കട്ടോ. ഞാനേ ഈ 3 പോയിന്റ്സും കൂടെ ഒരു ട്രയാങ്കിൾ ആക്കുകയാണ്. ഒരു ട്രയാങ്കിൾ ഞാനാക്കി. ട്രയാങ്കിൾ വേണമെങ്കിൽ ഇത് P, ഇത് A വേണ്ടല്ലേ. നമ്മളിവിടെ ഓൾറെഡി ഒരു A ഉണ്ടല്ലോ. ഇവിടെ ഒരു A ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ PQR അങ്ങനെ ആയിക്കോട്ടെ അല്ലേ. ഈ ട്രയാങ്കിൾ PQRൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. ട്രയാങ്കിൾ PQRൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കട്ടോ. ട്രയാങ്കിൾ PQRൻ്റെ ഏരിയ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ എന്ന് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താ ഇക്വേഷൻ? നമുക്ക് പല രീതിയിൽ ഏരിയ കണ്ടുപിടിക്കാം. അത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ½ ഇക്വേഷൻ. അപ്പോൾ ഹാഫ് BH എന്ന് പറഞ്ഞാൽ ഇതാണ് B എന്ന് എടുക്കുന്നത് നമ്മൾ. PQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ
of triangle PQR is equal to half into area, half into QR into H എന്ന് പറഞ്ഞാൽ D എന്ന് എഴുതി കൂടെ, half BH, that is half into this length. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ എഴുതാലോ നമുക്ക്. ഇനി നല്ലോണം ശ്രദ്ധിക്കട്ടാ. ഇനി ഈ ഡിസ്റ്റൻസ് നമ്മൾ ആർ ക്യൂ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ക്യു ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ക്യൂവും ആറും രണ്ട് പോയിന്റ്സും നമുക്കറിയാലോ. ഈ രണ്ട് പോയിന്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ ഈ ഒരു ക്യു ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, അത് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ക്യു ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഞാൻ കണ്ടുപിടിക്കുകയാണ്. ക്യു ആർ ഇസ് ഈക്വൽ ടു ദ ലെങ്ത് ബിറ്റ്വീൻ ക്യൂ ആൻഡ് ആർ. ഇതിൻ്റെ രണ്ടിൻ്റെ കോർഡിനേറ്റ്സ് അറിയാം. കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ രണ്ട് പോയിന്റ്സ് x1 y1 x2 y2 തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് x1 മൈനസ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ആ ഇക്വേഷൻ ഞാൻ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, ദാറ്റ് ഈസ് 0 മൈനസ് c ബൈ എ, ദാറ്റ് ഈസ് 0 പ്ലസ് c ബൈ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് c ബൈ ബി മൈനസ് 0 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കട്ടാ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 0 പ്ലസ് അപ്പം എന്ത് വരും? സി സ്ക്വയർ സി ബൈ എ ദ ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പോൾ സി സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് മൈനസ് സി ബൈ ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ സി സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് വരും. ഇതിൻ്റെ ഒരു റൂട്ട് ഉണ്ടാവും കേട്ടോ, വിച്ച് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കട്ടാ, റൂട്ട് ഓഫ്. ഇനി ഇതിന് രണ്ടിലും സി സ്ക്വയർ ഇല്ലേ, അപ്പോൾ ഞാൻ സി സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? 1/a സ്ക്വയർ പ്ലസ് 1/b സ്ക്വയർ എന്നുണ്ടാവൂലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവും. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, റൂട്ട് ഓഫ്. ഞാനിതിൽ സി സ്ക്വയർ ഇൻറ്റു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ബി സ്ക്വയർ എന്നുണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഈ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ബി സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതി കൂടെ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കണ്ട, ഇവിടെ സി സ്ക്വയർ ബൈ എ സ്ക്വയർ ബി സ്ക്വയർ, അതിനെ നമുക്ക് എന്ത് ചെയ്താൽ വേണമെങ്കിൽ സി ബൈ എ ബി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ. ശ്രദ്ധിക്കട്ടാ, സി സ്ക്വയർ ബൈ എ സ്ക്വയർ ബി സ്ക്വയറിനെ നമുക്ക് സി ബൈ എ ബി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. എല്ലാത്തിനും സ്ക്വയർ ഇല്ലേ? അപ്പോൾ ആ ഹോൾ സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ ആ റൂട്ടിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ എന്താവും? സി ബൈ എ ബി എന്നാവും. ശരിയല്ലേ? ബാക്കി റൂട്ടിനകത്ത് എന്തുണ്ടാവും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുണ്ടാവും. ഇനി റൂട്ട് എടുക്കുമ്പോൾ പോസിറ്റീവ്, ഈ സി ബൈ എ ബി എന്ന് പറയുന്ന വാല്യൂ നമ്മളിവിടെ ഈ ക്യു ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണേ. ഇപ്പോൾ ഇവിടെ ഇത് ജനറൽ ഇക്വേഷൻ അല്ലേ, എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ജനറൽ ഇക്വേഷൻ അല്ലേ. ഇവിടെ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ കോൺസ്റ്റൻസ് ആണ്. ഈ കോൺസ്റ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്കറിയോ? ഇല്ലല്ലോ, ജനറൽ ആയിട്ടല്ലേ നമ്മൾ പറയണത്. അപ്പോൾ ഇത് ചിലപ്പോൾ നെഗറ്റീവ് ആവും, ചിലപ്പോൾ സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആവും, ചിലപ്പോൾ എൻ്റെ വാല്യൂ നെഗറ്റീവ് ആവും, ചിലപ്പോൾ ബിൻ്റെ വാല്യൂ നെഗറ്റീവ് ആവും. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിക്കുന്ന ഡിസ്റ്റൻസ് അല്ലേ, അപ്പോൾ ഇത് പോസിറ്റീവ് അല്ലേ ആവാൻ പാടുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു മോഡുലസ് ഇട്ട് കൊടുക്കണം. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ സിൻ്റെ എൻ്റെയൊക്കെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഇപ്പോൾ നെഗറ്റീവ് ആണെന്നനുസരിച്ച് ചിലപ്പോൾ ഇത് നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ഒരു മോഡുലസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ക്യു ആർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏരിയ എന്ത് എഴുതാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ is equal to triangle PQR is equal to half into QR-ൻ്റെ വാല്യൂ ആണിത്. ദാറ്റ് ഈസ് മോഡ് സി ബൈ എ ബി ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു ഡി. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. മനസ്സിലായോ? ഇതാണ് ഇക്വേഷൻ നമ്പർ 1. അതായത് നമ്മൾ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ഹാഫ് ബി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളതാണ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറയുന്ന ആ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ഇത് നിങ്ങളെ എഴുതിയെടുക്കുക, ഇത്രയും എഴുതിയെടുക്കുക. ഞാനിത് റൈസ് ചെയ്യാൻ പോവാണ്. കാരണം ഇനി നമുക്ക് ഇത് ഇക്വേഷൻ ഡിക്കുള്ള ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കും, ഇനിയും കുറച്ചുകൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിത് റൈസ് ചെയ്യാൻ പോവാണ്. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതൊക്കെ എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ശ്രദ്ധിക്കുക. അടുത്തത് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷനും കൂടെ നമുക്കറിയാം. നമ്മൾ തുടക്കത്തിൽ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്. ഒരു ട്രയാങ്കിളുടെ 3 വേർട്ടീസസ് തന്നു കഴിഞ്ഞാൽ, നല്ലോണം ശ്രദ്ധിക്കട്ടോ, ഒരു ട്രയാങ്കിളിൻ്റെ 3 വേർട്ടീസസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്
ട്രയാങ്കിളുടെ ഇക്വേഷൻ, ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ട്രയാങ്കിളുടെ 3 വെർട്ടീസസ് അറിയാലോ. ഏതൊക്കെയാ? ഒന്ന് ഇത്, ഒന്ന് ഇത്. ശരിയല്ലേ? 3 നോണാണ് അല്ലേ? 3ഉം നോൺ വാല്യൂ ആണ്. കാരണം ഇക്വേഷൻ അറിയാമെങ്കിൽ അതിൻ്റെ ഇൻ്റർസെപ്റ്റ് നമുക്ക് കിട്ടും അല്ലേ? ഇവിടെ പോയിന്റ് ഓൾറെഡി ഗിവൺ പോയിന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 കോർഡിനേറ്റ്സും അറിയാലോ. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കട്ടോ, നമുക്ക് ഏത് വേണമെങ്കിൽ ക്ലോക്ക് വൈസ് എടുക്കാം, വേണമെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കാം, എങ്ങനെ എടുക്കാം? ഞാൻ പറഞ്ഞു തന്നിട്ടില്ല ഇക്വേഷൻ എഴുതുന്ന രൂപം. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു മോഡുലസ്. ശ്രദ്ധിക്കട്ടോ, ആദ്യം ഞാൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ പോവാം കേട്ടോ. ആദ്യം x1 ഇൻറ്റു 0 മൈനസ് e ബൈ ബി, ദാറ്റ് ഈസ് പ്ലസ് e ബൈ ബി. ഓക്കെ, ഇനി അടുത്തത് മൈനസ് c ബൈ a ഇൻറ്റു മൈനസ് c ബൈ ബി മൈനസ് y1. ഓക്കെ, ഇനി അടുത്തത് എന്താ? അടുത്തതിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇവിടെ 0 ആണ്. അപ്പോൾ പ്ലസ് 0 ഇൻറ്റു, ഇനി 0 ഇൻറ്റു എഴുതേണ്ട ആവശ്യമില്ല, 0 ഇൻറ്റു എന്ത് വന്നു കഴിഞ്ഞാലും ആൻസർ എന്താണ്? 0 ആണ്. ശരിയല്ലേ? അപ്പോൾ ആൻസർ എന്ത് വരും? ഇങ്ങനെ നമുക്ക് എഴുതാം. ക്ലിയർ? അപ്പോൾ ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു, ഓർക്കുണ്ടോ? ഹാഫ് ഇൻറ്റു, ഇപ്പോൾ x1 y1 x2 y2 x3 y3 ആണെങ്കിൽ ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു മോഡുലസ് x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് x2 ഇൻറ്റു y3 മൈനസ് y2 പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2. അപ്പോൾ ഏതെങ്കിലും ഒരു ഓർഡറിൽ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓർക്കുണ്ടോ? അപ്പോൾ ആ രീതിയിൽ ഞാനിതാ ഇവിടുന്ന് ഇങ്ങനെ ഈ ഓർഡറിലാണ് എടുക്കുന്നത്. PQR എന്ന് പറയുന്നത് ഇങ്ങനെ ഓർഡറിലാണ് എടുക്കുന്നത്. x1 ഇൻറ്റു 0 മൈനസ് ദിസ് വാല്യൂ, ദെൻ അടുത്ത ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത്, ദെൻ അടുത്ത 0 ഇൻറ്റു എന്ത് വന്നാലും ഇനി പ്രശ്നമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ്. ശ്രദ്ധിക്കട്ടോ, ഇവിടെ c ബൈ ബി ഇൻറ്റു x1 അല്ലേ? അതായത് c ബൈ ബി ഇൻറ്റു x1 എന്ന് വരും. ഇനി മൈനസ് c ബൈ എ ഇൻറ്റു മൈനസ് c ബൈ ബി എന്താവും? പ്ലസ് c² ഡിവൈഡഡ് ബൈ AB എന്ന് വരും. ഇനി അടുത്ത ശ്രദ്ധിക്കട്ടോ, അടുത്തത് ദിസ് ടേം ഇൻറ്റു ദിസ് ടേം എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് ഇവിടെ മൈനസ്, അപ്പോൾ പ്ലസ് c ബൈ എ ഇൻറ്റു y1 എന്ന് വരും. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ്, ഞാൻ ആദ്യം എക്സിൻ്റെ ടേം എഴുതാണ് c ബൈ ബി ഇൻറ്റു x1 പ്ലസ് അടുത്ത വൈൻ്റെ ടേം എഴുതാണ് c ബൈ എ ഇൻറ്റു y1, അടുത്ത കോൺസ്റ്റൻറ്റ് ടേം എഴുതാണ് c² ബൈ AB എന്ന് വരും. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കട്ടോ, ഇനി ഇതിൽ നിന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോ. ഇതിൽ നിന്ന് ഞാൻ ഇവിടെ കണ്ടു, ഇവിടെ ഇപ്പോൾ ഒരു മോഡ് c ബൈ AB എന്ന് പറയുന്ന ടേം ഇവിടെ കോമൺ ആയിട്ട് പുറത്ത് കിടക്കണില്ലേ? അതേപോലെ ഞാൻ ഇതിൽ നിന്ന് c ബൈ AB കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഹാഫ് ഇൻറ്റു മോഡുലസ് c ബൈ AB ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പോകണം. ഓക്കെ, നല്ലോണം ശ്രദ്ധിക്കട്ടെ എഴുതുന്നത്. അപ്പോൾ ഇവിടെ c ഓൾറെഡി ഉണ്ട്, അത് പുറത്തോട്ട് വന്നു, ബിയും പുറത്തോട്ട് വന്നു. ഇനി ഇവിടെ a ഡിവൈഡ് ചെയ്യണം. കണ്ടോ, ഈ a എന്ന് പറയുന്നത് നമ്മൾ 1/a പുറത്തോട്ട് എടുക്കണം. അപ്പോൾ അവിടെ a എന്ന് പറയുന്ന ടേം ഇല്ലല്ലോ, അപ്പോൾ 1/a പുറത്തോട്ട് എടുക്കുമ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഒരു a അവിടെ കൊടുക്കണം. അപ്പോൾ a ഇൻറ്റു x1 എന്നാവും. മനസ്സിലായോ? c ഉണ്ട്, ഓൾറെഡി ഉണ്ട്, അത് നമ്മൾ പുറത്തെടുത്തു. b ഓൾറെഡി ഉണ്ട്, അത് നമ്മൾ പുറത്തെടുത്തു. ഇനി 1/a പുറത്തെടുക്കണം, പക്ഷേ 1/a പുറത്തെടുക്കാൻ അവിടെ 1/a ഇല്ല. അപ്പോൾ 1/a പുറത്തെടുക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു a കൊടുക്കണം. ഇനി ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇതേ ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയേ, c ബൈ AB ഇൻറ്റു AX1 എന്ന് പറയുമ്പോൾ ഈ എയും എയും ക്യാൻസൽ ചെയ്ത് പോകും, c ബൈ ബി ഇൻറ്റു x1 എന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തെടുക്കുന്നു. ഇനി അടുത്തത് ഇവിടുന്ന് എന്താ പുറത്തെടുക്കണം നോക്കിയേ, c ബൈ എ കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി 1/b പുറത്തെടുക്കണം, പക്ഷെ 1/b അവിടെ ഇല്ലല്ലോ, അപ്പോൾ പകരം എന്ത് ചെയ്യണം? b ഇൻറ്റു y1 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയാൽ c ബൈ എ ബി ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ ബിയും ക്യാൻസൽ ചെയ്ത് പോകും, c ബൈ എ ഇൻറ്റു y1 എന്ന് വരും. പ്ലസ് ഇനി അടുത്ത ഇവിടുന്ന് c ബൈ എ ബി പുറത്തെടുക്കാറുണ്ട്, c ഉണ്ട്, a ഉണ്ട്, b ഉണ്ട്, അപ്പോൾ c² അല്ലേ, അപ്പോൾ ബാക്കി അവിടെ എന്തുണ്ടാവും? c എന്നുണ്ടാവും. അപ്പോൾ ഹാഫ് ഇൻറ്റു മോഡ് c ബൈ എ ബി ഇൻറ്റു മോഡ് AX1 പ്ലസ് BY1 പ്ലസ് c എന്ന് ഇക്വേഷൻ വരും. ഇതാണ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ അല്ലേ? ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള എന്താണ്? ആക്ച്വലി ഇവിടെ ശ്രദ്ധിക്കട്ടോ, ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള എന്താണ്? 2 ഇക്വേഷൻ, അതായത് 2 കേസ് 2 രൂപത്തിൽ നമ്മൾ
ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. രണ്ടും സെയിം തന്നെയല്ലേ, രണ്ടും പി ക്യു ആർ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ തന്നെയല്ലേ രണ്ടും. അപ്പോൾ ഇത് രണ്ടും സെയിം ആണെന്നർത്ഥം. ദാറ്റ് മീൻസ് ഇക്വേഷൻ 1 is equal to ഇക്വേഷൻ 2 ആണ് അല്ലേ. അപ്പോൾ രണ്ടും ഞാൻ ഇക്വേറ്റ് ചെയ്യാണ് കേട്ടോ. അതായത് ഹാഫ് ഇൻറ്റു മോഡുലസ് സി ബൈ എ ബി ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ is equal to half into mod c by ab into mod ax1 plus by1 plus c എന്ന് വരും. ക്ലിയർ? അപ്പോൾ ഇവിടെ ഈ ഹാഫും ക്യാൻസൽ ചെയ്യാലോ. ഇൻറ്റു ഡി എന്നുണ്ട് കേട്ടോ. ഈ ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഇൻറ്റു ഡി എന്നുണ്ട്. ആ ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ മോഡ് സി ബൈ എ ബി ഇവിടെ ഇല്ലേ, അത് രണ്ടും അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ ഇക്വേഷനകത്ത് ബാക്കിയുള്ള എന്താ, ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു ഇവിടെ ഓൾറെഡി മോഡ് എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ദിസ് ഈസ് ദി ഇക്വേഷൻ to find out the distance of the point P from the line ax plus by plus c equal to 0. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ശ്രദ്ധിക്കട്ടാ, നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഇത് സിമ്പിളാണ് ഇക്വേഷൻ. എങ്ങനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് ഇക്വേഷൻ പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് പോയിന്റ് പി ഉണ്ട്, പി ഓഫ് x1 y1 നമുക്ക് തരുമല്ലോ. സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ തരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈനിനും ആ പോയിന്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി ഈസ് ഈക്വൽ ടു മോഡുലസ് എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ദാറ്റ് ഈസ് ദി ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയാം, സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് പല രീതിയിൽ തരും. ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് തരും, അല്ലെങ്കിൽ പ്ലസ് കോൺസ്റ്റന്റ് ഈക്വൽ ടു 0, അങ്ങനെ പല രീതിയിൽ വരും. ഇതേ രൂപത്തിൽ നമ്മൾ ഇക്വേഷൻ എഴുതാം. അതായത് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതാം. എന്നിട്ട് അതിൻ്റെ ന്യൂമറേറ്റർ നോക്കിയേ, എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി എന്ന. ദാറ്റ് മീൻസ് ഈ പോയിന്റ് ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതല്ലേ ആ ന്യൂമറേറ്ററിലുള്ളത് അല്ലേ. എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി, അതായത് ഈ എക്സിന് പകരം x1 കൊടുക്കുക, ഈ വൈന് പകരം y1 കൊടുക്കുക, അതാണ് ആ ന്യൂമറേറ്ററിലുള്ളത്. ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ആ രീതിയിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ആദ്യം ജനറൽ ഫോം ഓഫ് ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ, അതായത് ഈക്വൽ ടു 0 എന്നുള്ള രൂപത്തിൽ എഴുതുക. എന്നിട്ട് തരുന്ന പോയിന്റ് ആദ്യം ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതാണ് ന്യൂമറേറ്റർ. ഡിവൈഡഡ് ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഫ്രം എ ലൈൻ. ഇനി ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് സംശയം, ഈ എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി എന്ന് പറഞ്ഞാൽ 0 ആവില്ലേ? 0 ആവുമോ? ഇത് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ 0 ആണ്. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഈക്വൽ ടു 0 ആണ്. പക്ഷേ ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഏത് പോയിന്റ് ഇതിനകത്ത് കൊടുത്താലല്ലേ 0 ആവുള്ളൂ. ഇത് ഇതിൻ്റെ ഔട്ട്സൈഡ് ദ പോയിന്റ് അല്ലേ. അപ്പോൾ ഇത് ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും 0 കിട്ടൂല. പറഞ്ഞ മനസ്സിലായോ? ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. ഔട്ട്സൈഡ് ദ ലൈൻ ആണെങ്കിൽ ഇത് ഇവിടെ ഒരു വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? ഇനി ഈ പോയിന്റ് ഇതിൻ്റെ മേലെ ആണെങ്കിൽ നമുക്കിത് 0 കിട്ടും. അപ്പോൾ ഡിസ്റ്റൻസ് 0 തന്നെയല്ലേ. അതായത് ഈ പോയിന്റ് ഇതിൻ്റെ മേലെ ആണെങ്കിൽ അത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0 ആണ്. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും ഇത് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി 0 അല്ലേ. അപ്പോൾ ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടുമല്ലേ എന്ന് ആലോചിക്കാൻ നിൽക്കരുത്. കാരണം ദിസ് പോയിന്റ് ഈസ് ഔട്ട്സൈഡ് ദ സ്ട്രെയിറ്റ് ലൈൻ. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യൂല. ഈക്വൽ ടു 0 നമുക്ക് കിട്ടൂല. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഓർത്തിരിക്കുക എന്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് എന്താണ്, സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ തരും, അത് ജനറൽ ഫോമിൽ എഴുതുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള രൂപത്തിൽ എഴുതുക. എന്നിട്ട് അതിൻ്റെ LHSൽ ആ പോയിന്റ് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതാണ് ന്യൂമറേറ്റർ. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഈസ് റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അവസാനത്തെ ഇക്വേഷനാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത് ഒരു പോയിന്റും, ശ്രദ്ധിക്കട്ടോ, ഒരു പോയിന്റും ഒരു സ്ട്രെയിറ്റ് ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ, രണ്ട് പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഓക്കെ, രണ്ട് പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതായത് ശ്രദ്ധിക്കട്ടോ, ഞാനേ രണ്ട് ലൈൻസ് കൺസിഡർ ചെയ്യാണ്, രണ്ട് പാരലൽ ലൈൻസ്. ഈ രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇക്വേഷൻ, ഇതിൻ്റെ a1x പ്ലസ് b1y പ്ലസ് c1 ഈക്വൽ ടു 0. ഇതിൻ്റെ ഇക്വേഷൻ a2x പ്ലസ് b2y പ്ലസ് c2 ഈക്വൽ ടു 0.
ക്ലിയർ? അപ്പോൾ ഈ രണ്ട് പാരലൽ ലൈൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഒന്ന് ആലോചിച്ച് നോക്കി. ഈ രണ്ട് പാരലൽ ലൈൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഞാനിപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾ ഉത്തരം പറയിപ്പിച്ചേനെ. അപ്പോൾ അത് പറ്റില്ലല്ലോ. നിങ്ങളൊന്ന് അവിടെ ഇരുന്ന് വീട്ടിലിരുന്ന് മൊബൈലിലോ ലാപ്പിൻ്റെയോ ആ മുമ്പിലിരുന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്താണ്? ആ ഇക്വേഷൻ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മുടെ ഇപ്പോൾ കയ്യിലുള്ള ഇക്വേഷൻ എന്താ? ഒരു പോയിന്റും ഒരു ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലേ നമ്മുടെ കയ്യിലുള്ളത്, അല്ലേ? ഒരു പോയിന്റും ഒരു ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലേ നമ്മുടെ കയ്യിലുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ രണ്ട് ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ലൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. ഈ ലൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. ആ പോയിന്റ് കിട്ടിയാൽ ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടിയെന്ന് വിചാരിക്കുക, ആ പോയിന്റും ഈ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ പോരെ. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ഇത് ഞാൻ L1 എന്നെടുക്കുകയാണ്, ഇത് L2 എന്നെടുക്കുകയാണ് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ A1ൻ്റെ ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? A1x പ്ലസ് B1y പ്ലസ് ഈക്വൽ ടു മൈനസ് C1 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ എക്സ് ഇൻ്റർസെപ്റ്റ് എന്താ വരിക? നമ്മൾ ഒരുപാട് ചെയ്തല്ലേ. എക്സ് ഇൻ്റർസെപ്റ്റ് എന്താ വരിക? എക്സ് ഇൻ്റർസെപ്റ്റ് മൈനസ് C1/A എന്നല്ലേ വരിക? എക്സ് ഇൻ്റർസെപ്റ്റ് മൈനസ് C1/A എന്നല്ലേ വരിക? അതിന് സംശയമുള്ളവർ ചെയ്തു നോക്കുക. മൈനസ് C1 ഡിവൈഡഡ് ബൈ A1 എന്നായിരിക്കും എക്സ് ഇൻ്റർസെപ്റ്റ് ഈ ലൈനിൻ്റെ. അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് എന്താ? മൈനസ് C1/A1, 0. ഇതാണ് ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ്. അപ്പം നമുക്ക് ഈ L1 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലെയുള്ള ഒരു പോയിന്റ് കിട്ടിയോ? കിട്ടി. ഇനി ഈ പോയിന്റും ഈ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ പോരെ, ശരിയല്ലേ? അതായത് ശ്രദ്ധിക്കട്ടോ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ L1 ആൻഡ് L2 ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ്, ശ്രദ്ധിക്കുക, ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് minus C1/A1, 0 from the line A2x plus B2y plus C2 equal to 0. ശരിയല്ലേ? അതായത് ഈ രണ്ട് ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ. ഈ പോയിന്റും ഈ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഡിസ്റ്റൻസ് ഡി. അത് തന്നെയല്ലേ ഈ രണ്ട് ലൈനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ശ്രദ്ധിക്കട്ടെ. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ഇക്വേഷൻ പഠിച്ചവർക്കുണ്ടോ? ഇക്വേഷൻ എന്താണ്? നമ്മൾ ഇക്വേഷൻ കാണാതെ പഠിക്കരുത്. ആ ഇക്വേഷൻ ഞാൻ എന്താ പറഞ്ഞത്? ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനെ ഈക്വൽ ടു 0 എന്നുള്ള രൂപത്തിൽ എഴുതുക. എന്നിട്ട് ആ പോയിന്റ് അതിനകത്ത് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ശരിയല്ലേ? അത് AX1 പ്ലസ് BY1 പ്ലസ് C ഡിവൈഡഡ് ബൈ √A² പ്ലസ് B², ശരിയല്ലേ? അപ്പോൾ ഇതാണ് ഇക്വേഷൻ, സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ. ഇതാണ് പോയിന്റ്. അപ്പോൾ എന്തായിരിക്കും? മോഡുലസ് ആദ്യം നമ്മൾ ഈ പോയിന്റ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് A2 ഇൻറ്റു എക്സിന് പകരം മൈനസ് C1/A1 എന്നെഴുതാം. ഓക്കെ, ഇനി ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, ശ്രദ്ധിക്കട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയതാണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് രണ്ട് പാരലൽ ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ലോപ്പ്, ഇപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് A1/B1 ആയിരിക്കും, ശരിയല്ലേ? അപ്പോൾ ഇവിടെ രണ്ട് ലൈൻസിൻ്റെ പാരലൽ ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ലൈൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് ഈ രൂപത്തിൽ എഴുതാം. AX പ്ലസ് BY പ്ലസ് C1 ആൻഡ് AX പ്ലസ് BY പ്ലസ് C2 എന്ന് എഴുതാം. കാരണം ഈ എക്സിൻ്റെയും വൈൻ്റെയും കോഎഫിഷ്യൻ്റ് എയും ബിയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ C1 C2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് വ്യത്യാസം ഉണ്ടാവും, കാരണം ഇത് പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈൻസ് ആണെങ്കിൽ ഈ കോഎഫിഷ്യൻ്റ് സെയിം ആക്കിയിട്ട് നമുക്ക് എഴുതാം. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇവിടെ ഈ C1/A1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, C1/A എന്ന് എഴുതിയാൽ മതി. അതായത് C1/A എന്ന് എഴുതിയാൽ മതി ഈ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പോയിന്റ് C1/Aയും AX പ്ലസ് BY പ്ലസ് C2 ഈക്വൽ ടു 0യും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ A ഇൻറ്റു C1/A ക്ലിയർ ഇൻറ്റു പ്ലസ് B ഇൻറ്റു വൈൻ്റെ വാല്യൂ എന്താ? ഇവിടെ ഈ പോയിന്റ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. B ഇൻറ്റു 0 പ്ലസ് C2
ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഈ ലൈനിൻ്റെ ഇക്വേഷനിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അതായത് റൂട്ട് ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ തന്നെയാണ്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ എയും ക്യാൻസൽ ചെയ്യാലോ, ഇത് ബി ഇൻറ്റു 0 പോലോ. അപ്പോൾ ഇവിടെ -C1 ഉണ്ടാവും, ഇവിടെ C2 ഉണ്ടാവും, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം C2 - C1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതാണ് ഡിസ്റ്റൻസ് ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, അതായത് ശ്രദ്ധിക്കുക, അപ്പോൾ രണ്ട് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ഉണ്ട് കേട്ടോ. രണ്ട് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ AX + BY + C1 = 0 ആൻഡ് AX + BY + C2 = 0. കാരണം എക്സിൻ്റെയും വൈൻ്റെയും കോഎഫിഷ്യൻ്റ് സെയിം ആവാൻ കാരണം എന്താ? ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈൻസ് ആണെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻ്റ് സെയിം ആയിരിക്കും. ക്ലിയർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നന്നായി ശ്രദ്ധിക്കട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ we can say that AX + BY + C1 = 0 ആൻഡ് AX + BY + C2 = 0 എന്ന് പറയുന്ന ഈ രണ്ട് പാരലൽ സ്ട്രെയിറ്റ് ലൈൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മോഡ് C2 - C1 ഡിവൈഡഡ് ബൈ റൂട്ട് A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ മോഡുലസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഈ C2 - C1നെ C1 - C2 എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. റൂട്ട് A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈ രണ്ട് ഇക്വേഷനിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്താലും മതി. മനസ്സിലായി? അതായത് നമ്മൾ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ തരുമ്പോൾ ഏതിൽ സ്ട്രെയിറ്റ് ലൈൻ L1 ഏത് സ്ട്രെയിറ്റ് ലൈൻ L2 ആക്കി എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അതായത് ഏത് കോൺസ്റ്റന്റ് C1 ഏത് കോൺസ്റ്റന്റ് C2 ആക്കി എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. കാരണം ഇവിടെ മോഡുലസ് ഉള്ളതുകൊണ്ട് ഏത് ആദ്യം എടുത്താലും വിഷയമൊന്നുമില്ല. അതായത് അവിടെ C2 - C1 എടുത്താലും C1 - C2 എടുത്തു കഴിഞ്ഞാലും മോഡുലസ് എടുക്കുമ്പോൾ നമുക്കവിടെ പോസിറ്റീവ് വാല്യൂവേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓർത്തിരുന്നല്ലോ, C1 - C2 ഡിവൈഡഡ് ബൈ റൂട്ട് A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ. ക്ലിയർ? ഇനി ശ്രദ്ധിക്കട്ടോ, ഇനി ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. സ്പെഷ്യൽ കേസ് അതായത് നമുക്ക് എങ്ങനെ നല്ലവണ്ണം ശ്രദ്ധിക്കട്ടോ. ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ രണ്ടും അപ്പോൾ ശ്രദ്ധിക്കുക, ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ രണ്ടും ഇൻ്റർസെപ്റ്റ് ഫോമിൽ തന്നു എന്ന് വിചാരിക്കുക. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിൽ എന്താ ഇക്വേഷൻ? y = mx + c1 ആൻഡ് y = mx + c2 ഇങ്ങനെ തന്നു വിചാരിക്കുക. ഇവിടെ m സെയിം ആയിരിക്കും. കാരണം എന്താ? രണ്ടും പാരലൽ ലൈൻസ് ആണ്, സ്ലോപ്പ് ഈക്വൽ ആണ്. അതുകൊണ്ട് ഇവിടെ M1 M2 എടുക്കേണ്ട ആവശ്യമില്ല, M എന്ന് എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ തരികയാണെങ്കിൽ എങ്ങനെ നമ്മൾ ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഡ് C2 - C1 ഡിവൈഡ് ബൈ റൂട്ട് A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് പാരലൽ ലൈൻസിൻ്റെയും ഇക്വേഷൻ എന്താവണം? ജനറൽ ഫോമിലാവണം. മനസ്സിലായി? ജനറൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ ടേം വൈൻ്റെ ടേം കോൺസ്റ്റൻ്റ് ടേം = 0 എന്ന് എഴുതുമ്പോഴാണ് ജനറൽ ഫോമിലാവുക. അപ്പോൾ ഇവിടെ y = mx + c1. ശ്രദ്ധിക്കട്ടോ, ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ y = mx + c1, സെക്കൻഡ് സ്ട്രെയിറ്റ് ലൈൻ y = mx + c2. ശരിയല്ലേ? അപ്പോൾ ഈ വൈൻ്റെ ടേം ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവരികയാണ്. അപ്പോൾ എന്ത് വരും? mx - y + c1 = 0 ആൻഡ് mx - y + c2 = 0. ഇതാണ് ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് AX + BY + C = 0 എന്നുള്ള രൂപത്തിലാണുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്താണ്? ഡിസ്റ്റൻസ് D = മോഡുലസ്. ഇവിടുത്തെ കോൺസ്റ്റന്റ് എന്താണ്? C2 - C1. അതിൽ മാറ്റമൊന്നുമില്ല. ഇവിടെ C2 - C1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A സ്ക്വയർ. A എന്ന് പറഞ്ഞാൽ M ആണ്. അപ്പോൾ M സ്ക്വയർ പ്ലസ് B സ്ക്വയർ. B സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈൻ്റെ കോഎഫിഷ്യൻറ്റ് -1 ആണ്. അപ്പോൾ -1 സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് D = മോഡുലസ് C2 - C1 ഡിവൈഡഡ് ബൈ C2 - C1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്, ശ്രദ്ധിക്കട്ടോ, -1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് M എന്ന് പറഞ്ഞാൽ M സ്ക്വയർ. അപ്പോൾ ഇതാണ് ഇക്വേഷൻ വരിക. അപ്പോൾ ഇത് വേറെ സെപ്പറേറ്റ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ വൈൻ്റെ വാല്യൂ വൈൻ്റെ കോഎഫിഷ്യൻറ്റ് ബീൻ്റെ വാല്യൂ -1 ആവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇക്വേഷൻസ് എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് രണ്ട് പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ മനസ്സിലാക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. പാരലൽ ലൈൻസ് തമ്മിലുള്ള ഇക്വേഷൻ, ഒരു പോയിന്റും ഒരു ലൈനും തമ്മിലുള്ള ഇക്വേഷൻ എന്താ? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യാം? ജനറൽ ഫോമിൽ, അതായത് എക്സിൻ്റെ ടേം വൈൻ്റെ ടേം കോൺസ്റ്റന്റ് ടേം = 0 എന്നുള്ള രൂപത്തിൽ എഴുതുക. എന്നിട്ട് അത് ഒരു പോയിന്റും തരും. ആ പോയിന്റും ഈ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ D = ഫസ്റ്റ്
ആ പോയിന്റ് ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിവൈഡ് ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനി രണ്ട് പാരലൽ ലൈൻസ് ആണെങ്കിൽ mod C2 minus C1 divided by root a square plus b square. That is the equation. മനസ്സിലായല്ലോ? Okay, listen. ശ്രദ്ധിക്കുക. Question: find the distance of the point 3, minus 5 from the line 3x minus 4y minus 26 equal to 0. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് പോയിന്റ് തന്നിട്ടുണ്ട്, ദെൻ അതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനും ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിവിടെ പോയിന്റ് തന്നിട്ടുണ്ടല്ലോ, 3, minus 5 ആണ്. ഇനി സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ജനറൽ ഫോമിൻ്റെ രൂപത്തിൽ എഴുതുക. 3x minus 4y minus 26 equal to 0. അത് ഓൾറെഡി ജനറൽ ഫോമിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ പോയിന്റും ഈ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ d is equal to മോഡുലസ്. ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ഈ പോയിന്റ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 3 ഇൻറ്റു എക്സിന് പകരം 3 മൈനസ് 4 ഇൻറ്റു വൈന് പകരം -5 -26 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ. എൻ്റെ വാല്യൂ എത്രയാണ്? 3 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് -4 സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പാണ് നമ്മൾ പഠിക്കേണ്ടത് കറക്റ്റായിട്ട്. അല്ലാതെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് 3 ഇൻറ്റു 3 9 -4 ഇൻറ്റു -5 പ്ലസ് 20 -26 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 3 സ്ക്വയർ 9 പ്ലസ് 4 സ്ക്വയർ 16. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 9ഉം 20ഉം 29 മൈനസ് 6 3. അപ്പോൾ മോഡ് 3 ഡിവൈഡഡ് ബൈ റൂട്ട് 25. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ റൂട്ട് 25 ഈസ് 5. അപ്പോൾ അത് അത്രയും നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ അത്രയും യൂണിറ്റ്സ് എന്ന് എഴുതുക. ദാറ്റ് ഈസ് ആൻസർ ഈസ് 3/5 യൂണിറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ് 3x minus 4y plus 7 equal to 0 and 3x minus 4y plus 5 equal to 0. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ രണ്ട് പാരലൽ ലൈൻസ് തന്നിട്ടുണ്ട്. ഈ രണ്ട് പാരലൽ ലൈൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കട്ടോ, 3x minus 4y plus 7 equal to 0 and 3x minus 4y plus 5 equal to 0. കണ്ടോ, ഇതിൻ്റെ എക്സിൻ്റെയും വൈൻ്റെയും കോഎഫിഷ്യൻ്റ് സെയിം ആണ്. അപ്പോൾ എൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ്? 3 ആണ്. ബിൻ്റെ വാല്യൂ എത്രയാണ്? -4 ആണ്. C1ൻ്റെ വാല്യൂ എത്രയാ? 7 ആണ്. C2ൻ്റെ വാല്യൂ എത്രയാ? 5 ആണ്. ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ മോഡ് C2 മൈനസ് C1 ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു C2 മൈനസ് C1 ദാറ്റ് ഈസ് 5 മൈനസ് 7 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് -4 സ്ക്വയർ. That is equal to -2 modulus divided by root 3 square 9 plus 16 25 എന്ന് വരും. അപ്പോൾ ഇവിടെ മോഡ് -2 ആണ്. -2ൻ്റെ മോഡ് എടുത്തു കഴിഞ്ഞാൽ 2/5. ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ആൻസർ ഈസ് 2/5 യൂണിറ്റ്സ്. ദാറ്റ് മീൻസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ലൈൻസ് ഈസ് 2/5 units. That is the final answer. Okay, listen, next problem. Find the distance of the point -1, from the line 12 into x plus 6 equal to 5 into y minus 2. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. പക്ഷേ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, അതായത് ശ്രദ്ധിക്കട്ടോ, -1, എന്ന് പറയുന്ന പോയിന്റും 12 into x plus 6 ഈസ് ഈക്വൽ ടു 5 into y minus 2. ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ഇക്വേഷൻ ആ പോയിന്റ് ആ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ശരിയല്ലേ? പക്ഷേ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ അത് ആദ്യം ജനറൽ ഫോമിലാവണം, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം ഇതിന് ജനറൽ ഫോമിലല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആദ്യം ഇതിന് ജനറൽ ഫോമിലോട്ട് ആക്കണം. അപ്പോൾ ഇത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണ്ട. 12 into x 12x പ്ലസ് 12 into 6 എത്ര വരിക? 120 60 plus 12 72 equal to 5 into y minus 2 into 5 minus 10. ക്ലിയർ? ഇനി എന്ത് ചെയ്യുക? 12x ഈ 5y ഇങ്ങോട്ട് വരുമ്പോൾ -5y പ്ലസ് 72 ഓൾറെഡി ഇവിടെ ഉണ്ട്, -10 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 10 is equal to 0. That is 12x
മൈനസ് 5y പ്ലസ് 82 ഈക്വൽ ടു 0. ഇതാണ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യുക? ഇനി നമുക്ക് എന്ത് ചെയ്യാം? -1,1 എന്ന് പറയുന്ന പോയിന്റും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ? അപ്പോൾ ഡിസ്റ്റൻസ് d ഈസ് ഈക്വൽ ടു മോഡുലസ് ഈ പോയിന്റ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 12 ഇൻറ്റു -1 -5 ഇൻറ്റു 1 പ്ലസ് 82 എന്ന് വരും. All divided by root of a square, that is 12 square plus -5 square എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാൻഡേർഡ് രൂപത്തിലാവണം, അതായത് ഈക്വൽ ടു 0 എന്നുള്ള രൂപത്തിലാണ്. എന്നിട്ട് അതിൻ്റെ LHSലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് വാല്യൂ. ഓക്കെ, പോയിന്റ്. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് 12 ഇൻറ്റു -1 -12 -5 ഇൻറ്റു 1 -5 പ്ലസ് 82 എന്ന് വരും. All divided by root of 12 square എന്ന് പറഞ്ഞാൽ 144 plus -5 square is 25. That is equal to d is equal to ശ്രദ്ധിക്കുക -12 പ്ലസ് 12 5 എത്ര 17, അപ്പം -17 പ്ലസ് 82 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 144 പ്ലസ് 25 169. ക്ലിയർ അല്ലേ? ഇനി 82 17 പോയാൽ എത്ര? 82 75 65 ശരിയല്ലേ? ദാറ്റ് ഈസ് 65 പ്ലസ് 65 മോഡുലസ് എടുക്കുമ്പോൾ 65 ഡിവൈഡ് ബൈ റൂട്ട് 69 ഈസ് 13 എന്ന് വരും. ഇനി 65 13 ഡിവൈഡ് ചെയ്ത് പോവോ? പോവും. എങ്ങനെയാ? 13 ഇൻറ്റു 10 എത്രയാ? 130 അല്ലേ? 130ൻ്റെ പകുതി അല്ലേ 65? ദാറ്റ് മീൻസ് 65 ഡിവൈഡ് ബൈ 13 ഈസ് 5. അപ്പോൾ 5 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ പോയിന്റും ഈ സ്ട്രെയിറ്റ് ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 യൂണിറ്റ്സ് എന്നാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ ലിസൺ, നെക്സ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് ദ പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ് whose distances from the line x/3 plus y/4 is equal to 1 are 4 units. ശ്രദ്ധിക്കട്ടോ. ഫൈൻഡ് ദ പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലെ പോയിന്റ് കണ്ടുപിടിക്കാനാണ് വന്നത്. അപ്പോൾ എക്സ് ആക്സിസിലെ പോയിന്റിന്റെ പ്രത്യേകത എന്താ? അവിടെ എക്സ് ആക്സിസിന്റെ പോയിന്റ് പ്രത്യേകത അവിടെ ഉണ്ട്. ഫൈൻഡ് പോയിന്റ് ഓൺ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലെ പോയിന്റ് കണ്ടുപിടിക്കണം. ആ പോയിന്റിന് ഈ ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 4 യൂണിറ്റ്സ് ആണ്. അതാണ് തന്നിട്ടുള്ള കണ്ടീഷൻ. അപ്പോൾ എക്സ് ആക്സിസിലെ ഒരു പോയിന്റിൽ നിന്ന് ആ സ്ട്രെയിറ്റ് ലൈനിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 യൂണിറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആ പോയിന്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ക്ലിയർ? അപ്പോൾ പോയിന്റ് ഓൺ എക്സ് ആക്സിസ് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ പോയിന്റ് ഓൺ എക്സ് ആക്സിസിൽ ഒരു പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ y കോർഡിനേറ്റ് 0 ആയിരിക്കും അല്ലേ? അപ്പോൾ x,0 എന്ന് നമുക്ക് എഴുതിക്കൂടെ എക്സ് ആക്സിസിൽ ഒരു പോയിന്റിനെ? ക്ലിയർ? ഇനി സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്താ? x/3 പ്ലസ് y/4 is equal to 1. ഇങ്ങനെയാണോ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത്? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ ഡിസ്റ്റൻസിനുള്ള ഇക്വേഷൻ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാൻഡേർഡ് രൂപത്തിലാവണ്ടേ, ജനറൽ രൂപത്തിലാവണ്ടേ? ഇത് അങ്ങനെ അല്ലല്ലോ ഉള്ളൂ. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. 4x പ്ലസ് 3y ഡിവൈഡഡ് ബൈ 12 is equal to 1. That is 4x plus 3y equal to 12. That is 4x plus 3y minus 12 equal to 0. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് പറയാം, അവിടെ ശ്രദ്ധിക്കട്ടോ. അപ്പം നമുക്ക് പറയാം x,0 എന്ന് പറയുന്ന ഈ പോയിന്റും 4x പ്ലസ് 3y മൈനസ് 12 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ സ്ട്രെയിറ്റ് ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 4 യൂണിറ്റ്സ് ആണ്. ക്ലിയർ? അപ്പോൾ ഇത് ഈ സ്ട്രെയിറ്റ് ലൈനും ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ആദ്യം ഈ പോയിന്റ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? ദാറ്റ് ഈസ് മോഡ് 4 ഇൻറ്റു എക്സിന് പകരം എക്സ് തന്നെയാണ്, പ്ലസ് 3 ഇൻറ്റു വൈന് പകരം 0 മൈനസ് 12 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ ദാറ്റ് ഈസ് 4 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് 3 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ആ ഡിസ്റ്റൻസ് എത്രയാണ്? 4 യൂണിറ്റ്സ് ആണ്. ഈക്വൽ ടു 4. ക്ലിയർ അല്ലേ? എഴുതിയ ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ എന്ത് വരും? മോഡ് 4x മൈനസ് 12 ഡിവൈഡഡ് ബൈ റൂട്ട് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 പ്ലസ് 9 25 റൂട്ട് 25 5 എന്ന് വരും. ദിസ് ഈക്വൽ ടു 4. അപ്പോൾ മോഡ് 4x മൈനസ് 12 ഈക്വൽ ടു 4 ഇൻറ്റു 5 20 എന്ന് നമുക്ക് കിട്ടും.
ഇതാണ് ഇക്വേഷൻ. ഇനി ശ്രദ്ധിക്കട്ടോ, അപ്പോൾ ഇവിടെ 4x മൈനസ് 12 ഈക്വൽ ടു 20 എന്ന് പറയുമ്പോൾ അവിടെ മോഡുലസ് ഉള്ളത് കൊണ്ട് രണ്ട് കേസ് പോസിബിൾ ആണ്. കേസ് 1 എന്ന് പറയുന്നത് ശ്രദ്ധിക്കട്ടോ, കേസ് 1 എന്താണ്? 4x മൈനസ് 12 is equal to പ്ലസ് 20 എന്ന് വരാം. കേസ് 2 എന്ന് പറയുന്നത് കേസ് 2 ദറ്റ് ഈസ് 4x മൈനസ് 12 is equal to മൈനസ് 20 എന്ന് വരാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ കേസിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ 4x is equal to 20 പ്ലസ് 12 എന്ന് വരും. ദറ്റ് ഈസ് 4x is equal to 32 എന്ന് വരും. x is equal to 32 ഡിവൈഡഡ് ബൈ 4 ദറ്റ് ഈസ് ഈക്വൽ ടു 8 എന്ന് വരും. ക്ലിയർ അല്ലേ? എക്സിന് 8 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. ഇനി ഇവിടെ കേസ് 2വിനകത്തോ 4x is equal to മൈനസ് 20 പ്ലസ് 12 എന്ന് വരും. ദറ്റ് ഈസ് 4x is equal to മൈനസ് 20 പ്ലസ് 12 എന്ന് പറഞ്ഞാൽ മൈനസ് 8. എക്സ് is equal to മൈനസ് 8 ബൈ 4 ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2 എന്ന് വരും. അപ്പോൾ എക്സിന് രണ്ട് വാല്യൂ നമുക്ക് പോസിബിൾ ആണ്. എക്സിന് 8 എന്ന് വരാം, എക്സിന് മൈനസ് 2 എന്ന് വരാം. അപ്പം നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയല്ല, നമ്മളിവിടെ പോയിന്റ് ഓൺ എക്സ് ആക്സിസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിന് രണ്ട് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം രണ്ട് പോയിന്റ്സ് പോസിബിൾ ആണെന്നാണ്. ഓക്കെ, അപ്പോൾ പോയിന്റ് ഏതാണ്? x,0യാ. അപ്പോൾ നമുക്കറിയാം therefore the points on the x-axis is 8,0 and minus 2,0. മനസ്സിലായോ? അതായത് ആ ഒരു ഡിസ്റ്റൻസ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ഈ സ്ട്രെയിറ്റ് ലൈനിന് 4 യൂണിറ്റ്സ് അകലത്തിൽ എക്സ് ആക്സിസിലുള്ള പോയിന്റ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് പോയിന്റ് പോസിബിൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരക്കാണ്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലുള്ള പോയിന്റ് എന്ന് പറയുമ്പോൾ 4 യൂണിറ്റ്സ് ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ ഏതൊരു സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നതാ. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു കറക്റ്റ് ഇതൊരു 4 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടുന്ന് ഇങ്ങോട്ട് അതേ 4 യൂണിറ്റ്സ് വരയ്ക്കുമ്പോൾ ഇവിടെയും ഒരു പോയിന്റ് പോസിബിൾ അല്ലേ? അതായത് രണ്ട് പോയിന്റ് അവിടെ പോസിബിൾ ആവും. ആ രണ്ട് പോയിന്റാണ് കിട്ടിയിട്ടുള്ളതെന്ന് അർത്ഥം. മനസ്സിലായോ? അപ്പോൾ ആ തന്നിട്ടുള്ള കണ്ടീഷൻ എന്താണ്? ഈ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് എക്സ് ആക്സിസിലോട്ട് 4 യൂണിറ്റ്സ് അകലത്തിലുള്ള പോയിന്റ് അത് ഇങ്ങനെയും വരാം, ഇങ്ങനെയും വന്നൂടെ. ക്ലിയർ? അപ്പോൾ അവിടെ അതുകൊണ്ടാണ് നമുക്ക് രണ്ട് പോയിന്റ് കിട്ടിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ് ആണ്. പോയിന്റ്സ് ഓൺ ദി എക്സ് ആക്സിസ് ആർ വിച്ച് സാറ്റിസ്ഫൈസ് ദ ഗിവൺ കണ്ടീഷൻ ഇൻ ക്വസ്റ്റ്യൻ ഈസ് are 8,0 and minus 2,0. That is the final answer. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ?